റിപ്പോർട്ടർ ബ്രേക്കിംഗ്. ശബരിമലയിലെ വാജി വാഹനം തിരിച്ചെടുക്കണമെന്ന തന്ത്രി കണ്ഠരര് രാജീവരുടെ അപേക്ഷയിൽ ദേവസ്വം ബോർഡ് കോടതിയെ സമീപിക്കുന്നു. വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ കോടതിയുടെ അനുമതിയില്ലാതെ സ്വീകരിച്ചാൽ പിന്നീടുണ്ടായേക്കാവുന്ന വിവാദം മുൻകൂട്ടി കണ്ടാണ് നീക്കം. ശബരിമലയിലെ പഴയ കൊടിമരം മാറ്റുമ്പോൾ അതിലുണ്ടായിരുന്ന വാജി വാഹനം കൈവശം വയ്ക്കാനുള്ള അവകാശം തന്ത്രിക്കാണെന്ന പേരിലാണ് തന്ത്രിയുടെ കൈവശം അതെത്തിയിരിക്കുന്നത്. TV പ്രസാദ് വിവരങ്ങളുമായി. പ്രസാദ്, ഇപ്പോൾ ഈ വിവാദങ്ങളുടെയൊക്കെ സമയത്താണ് ഈ വാജി വാഹനം എവിടെ എന്ന ചോദ്യം ഉയർന്നത്. അത് തന്ത്രിയുടെ കയ്യിലില്ല, തന്ത്രി ആർക്കോ മറിച്ചു നൽകി എന്ന രൂപത്തിലുള്ള ആരോപണങ്ങളും വിവാദങ്ങളും വരുമ്പോഴാണ് തന്ത്രി പറഞ്ഞു കഴിഞ്ഞാൽ അത് തിരിച്ചു നൽകാൻ തയ്യാറാണ് എന്നത്. ഇപ്പോൾ അത് യഥാർത്ഥത്തിൽ തന്ത്രിയുടെ പക്കൽ വെക്കേണ്ടതാണ് എന്ന കാര്യത്തിൽ രണ്ടു തരം അഭിപ്രായങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ തിരിച്ചു നൽകാൻ തയ്യാറെന്ന് പറയുമ്പോൾ എന്താണ് സർക്കാർ എടുക്കുന്ന നിലപാട് പ്രസാദ്? ഒരു നിർണായകമായ നീക്കമാണ് ഇപ്പോൾ ദേവസ്വം ബോർഡ് നടത്തിയിരിക്കുന്നത്. ശ്രുതി, നമുക്കറിയാവുന്നതുപോലെ ഈ വാജി വാഹനം എന്നുള്ളത് ശബരിമലയിലെ കൊടിമരത്തിലുള്ളതാണ്. കൊടിമരം നേരത്തെ 2017 പുതിയ കൊടിമരം സ്ഥാപിച്ചത്. പുതിയ കൊടിമരം സ്ഥാപിച്ചപ്പോൾ പഴയ വാജി വാഹനം എവിടെ എന്ന ചോദ്യം സജീവമായി ഉയർന്നിരുന്നു. അങ്ങനെ ഉയർന്നപ്പോഴാണ് അത് തൻ്റെ പക്കലുണ്ടെന്നും തൻ്റെ അവകാശത്തിൻ്റെ ഭാഗമായി കൊണ്ടുപോയതാണ് എന്ന വെളിപ്പെടുത്തൽ തന്ത്രി കണ്ഠരര് രാജീവര് തന്നെ നടത്തിയത്. അതിന് പിന്നാലെ വലിയ വിവാദങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വരികയും ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ കട്ടിളപ്പാളിയിലെ സ്വർണ്ണപ്പാളിയും അതുപോലെ തന്നെ ദ്വാരപാലക വിഗ്രഹങ്ങളിലെ പാളികളും അതിൽ നിന്നെല്ലാം സ്വർണം ഉരുക്കിയെടുത്തു എന്ന വിവരം പുറത്തു വന്നതിന് പിന്നാലെയാണ് വലിയ മൂല്യമുള്ള ഈ വാജി വാഹനം എവിടെ എന്ന ചോദ്യം പ്രധാനമായും ഉയർന്നത്. അതിനിടയിലാണ് ഈ വാജി വാഹനം തിരിച്ചെടുക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ദേവസ്വം ബോർഡിന്റെ എക്സിക്യൂട്ടീവ് ഓഫീസർക്ക് ഒരു കത്ത് അയക്കുന്നത് തന്ത്രി. ആ കത്ത് അനുസരിച്ചാണ് പിന്നീട് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ അപ്പോൾ ആ കത്ത് പരിഗണിച്ചുകൊണ്ട് അത് തിരിച്ചെടുക്കാൻ തയ്യാറായില്ല. കാരണം ഉയർന്നിരിക്കുന്ന വിവാദം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഈ വാജി വാഹനം അത് പഴയ യഥാർത്ഥത്തിലുള്ള വാജി വാഹനം ആകാനിടയില്ലെങ്കിൽ അത് വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങും, പ്രത്യേകിച്ച് ഈ വിവാദത്തിന്റെ പശ്ചാത്തലത്തിൽ. അതുകൊണ്ട് തന്നെ അതിന്റെ ശാസ്ത്രീയത പരിശോധിച്ച് മാത്രമേ എടുക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതുകൊണ്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആ തീരുമാനം ദേവസ്വം ബോർഡിന് വിടുകയായിരുന്നു. ദേവസ്വം ബോർഡ് വിശദമായി ചർച്ച ചെയ്തപ്പോൾ രണ്ട് അഭിപ്രായങ്ങളാണ് ഉയർന്നു വന്നത്. ശാസ്ത്രീയ പരിശോധന ചെയ്ത് എടുക്കുന്നുണ്ടെങ്കിൽ പോലും അത് കോടതിയുടെ അനുമതിയില്ലെങ്കിൽ തിരിച്ചടിയായേക്കും എന്ന നിയമോപദേശം കൂടി ദേവസ്വം ബോർഡിന് കിട്ടി. അങ്ങനെയാണ് ദേവസ്വം ബോർഡ് ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിക്കുന്നത്. ഇനിയിപ്പോൾ തന്ത്രിയുടെ കയ്യിലുള്ള വാജി വാഹനം ദേവസ്വം ബോർഡിന് ഏറ്റെടുക്കണമെങ്കിൽ, കൈമാറ്റം ചെയ്യണമെങ്കിൽ ഹൈക്കോടതിയിൽ നിന്നുള്ള അനുമതി വേണ്ടിവരും. അങ്ങനെ ഹൈക്കോടതി ഉത്തരവിടുമ്പോൾ സ്വാഭാവികമായി അതിൻ്റെ ശാസ്ത്രീയ പരിശോധന നടത്താനുള്ള സാധ്യതയുമുണ്ട്. സാധാരണഗതിയിൽ മുമ്പുള്ള പഴയ വാജി വാഹനം ആണ് എങ്കിൽ അതിൽ മറ്റ് വിവാദങ്ങളോ പ്രതിസന്ധികളോ ഒന്നുമില്ല, തന്ത്രി കണ്ഠരര് രാജീവർക്ക് അത് കൈമാറാം. പക്ഷെ നേരെ മറിച്ച് അതിൻ്റെ ശാസ്ത്രീയ പരിശോധനയിൽ ആ വാജി വാഹനം മറ്റൊന്നാണ് എന്ന് ബോധ്യപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ നിലവിൽ വന്ന വിവാദത്തിനേക്കാളും വലിയ വിവാദങ്ങളും പ്രതിസന്ധികളും ആകാനാണ് സാധ്യത. ശരി പ്രസാദ്.